ട്രെയിലർ ലോഞ്ചിന്റെ എന്നാ സാറ് പറഞ്ഞായിരുന്നു, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, എന്തുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് എന്തോ ഒരു സ്പാർക്കിംഗ് ഉണ്ട് എന്നൊരു ഇവരൊക്കെ എന്തിനാ അതിനകത്ത് പിടിച്ചിടുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മറ്റന്നാൾ പ്രതിച്ഛായ ഇറങ്ങുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഡിസ്കഷനാണ്. ആക്ച്വലി 2020 തോന്നുന്നു. കൊറോണ എല്ലാം കഴിഞ്ഞിട്ടൊരു ലോക്ക്ഡൗൺ മാറിയ ഒരു സമയത്താണ് ആദ്യമായിട്ട് സാറിനെ കണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പല കാരണങ്ങളാൽ അത് ആ സമയത്ത് നടന്നില്ല. അങ്ങനെ നീണ്ട് പോയി. സാറും വേറെ തിരക്കിലായിരുന്നു, ഞാനും വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും എന്നാൽ ഇത് ചെയ്താലോ എന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ബേസിക്കലി ഇതിനകത്ത് ഈ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയ ഒരു കാര്യമാണ്. വളരെ അത് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സിനിമയിൽ എപ്പോഴും റിലേഷൻഷിപ്സ് എപ്പോഴും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നന്നായിട്ട് വരിക. എനിക്കിതിനകത്ത് പല റിലേഷൻഷിപ്സിനും നല്ല ഡെപ്ത് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നായകൻ വില്ലൻ റിലേഷൻ ആണെങ്കിലും അച്ഛൻ മകനാണെങ്കിലും ചേട്ടനായിട്ടുള്ള കാര്യം, അങ്ങനെ ഒരുപാട് അങ്ങനെ റിലേഷൻഷിപ്സ് നമ്മൾ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉള്ള പോലെ ഫീൽ ചെയ്തൊരു കഥയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്താണ് ഓരോ സീനും. നല്ല ക്വാളിറ്റിയിൽ എടുക്കണം സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ എല്ലാ സീനും നല്ല സമയമെടുത്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല സാറും ഗോപാലൻ സാറും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ എന്താ പറയുക, എല്ലാം സിനിമയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം ഒന്നുമില്ല. അപ്പോൾ സിനിമ പ്രേക്ഷകർക്കും നിങ്ങൾക്കും കണക്ട് ആവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കണക്ട് ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. കാരണം സിനിമകൾ നല്ലത് വരട്ടെ, നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയമാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. മറ്റന്നാൾ ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾക്കൊന്നും ഞങ്ങൾ ആരും തയ്യാറാകുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ഞങ്ങളുടെ ഇന്റർവ്യൂകളിലെല്ലാം പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് പലരും ഇതിനെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഷ്ട്രീയം ഈ സിനിമയിൽ പശ്ചാത്തലം മാത്രമാണ്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഫാമിലി ഡ്രാമയാണ്. അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ കഥയാണ്. നായകനും പ്രതിനായകനും തമ്മിലുള്ള ബന്ധം, പങ്കാളികൾക്കിടയിലുള്ള ബന്ധം, സുഹൃത്തുക്കൾക്കിടയിലെ ബന്ധം, രാഷ്ട്രീയത്തിലെ സഹപ്രവർത്തകർക്കിടയിലെ ബന്ധം, അതൊക്കെയാണ് ഈ സിനിമ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയം അതിൻ്റെ പശ്ചാത്തലമാകുമ്പോൾ ചില അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ ഈ സിനിമ കടന്നു പോകും. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പ്രേക്ഷകർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് തിയേറ്ററിലെത്തുമ്പോൾ സിനിമ പൂർണ്ണമായും പ്രേക്ഷകരുടേതാണ്. അവരാണ് ഈ സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത്. പൂർണ്ണമായും പ്രേക്ഷകർക്ക് ഞങ്ങൾ ഈ ചിത്രം എടുക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്ത 2 ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിവിൻ കോളി, മറ്റൊന്ന് ശ്രീ ഹരിശ്രീ അശോകൻ. അദ്ദേഹം ഇതിനകത്ത് വളരെ വെറ്ററൻ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരുപിടി ആളുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെയാണ്. അദ്ദേഹം വളരെ നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഞാൻ ഉണ്ണിയാണ്ടിയുടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. 40 വർഷം കഴിഞ്ഞ സിനിമയിൽ 350 സിനിമ അടുത്തായി. പക്ഷെ ഒരുപാട് രാഷ്ട്രീയക്കാരൻ്റെ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം കിട്ടിയിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു വേഷം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പിന്നെ സിനിമ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറയുന്നത് മാത്രം ഫാമിലിയാണ് ശരിക്കും സിനിമ.
രാഷ്ട്രീയം അതിൻ്റെ അകത്ത് പറയുന്നു, അതിലൂടെ കടന്നു പോകുന്ന ഫാമിലി സബ്ജക്റ്റാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ക്യാമറ ഗംഭീര ഒരു ക്യാമറമാനാണ്. പിന്നെ മേക്കിംഗ്, ഞാൻ കുറേ പറഞ്ഞില്ല, ഇത്രയും സിനിമകൾ അഭിനയിച്ചെങ്കിലും ഞാൻ ഇതുപോലൊരു ഡയറക്ഷനിൽ ഞാനിപ്പോൾ ഉണ്ണിയാട്ടിരുന്നോട് പറയുന്നതല്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കാരണം ഒരു കുറേ ഡയലോഗുകൾ, ഞാനത് പറയാനുള്ള കുറേ ഡയലോഗുകൾ ഞാൻ ബൈഹാർട്ട് പഠിച്ച് വെച്ച് അതെങ്ങനെയായിരിക്കും എടുക്കുന്നതെന്ന് ഇത്ര സിനിമകൾ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനിങ്ങനെ മനസ്സിലത് പഠിച്ചു വെച്ചു. പക്ഷേ ഉണ്ണിയേട്ടനത് എടുത്ത് വേറൊരു പാറ്റേണിലാണ്. അപ്പം അങ്ങനെ ഞാനത് പഠിച്ചു വെച്ചതിൻ്റെ കുഴപ്പം കൊണ്ട് വിഷമം കൊണ്ടല്ല ഞാൻ പറയണത്, അതല്ലാതെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭംഗി സ്ക്രീനിൽ എനിക്ക് കാണാൻ പറ്റി. കാരണം കറക്റ്റ് കേരളം മുഴുവൻ ഇലക്ഷന്റെ ചൂടിൽ നിൽക്കുന്നു. അപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യം ഇലക്ഷന് ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു ചിത്രം വരുന്നു, അതും പൊളിറ്റിക്കൽ റിലേറ്റഡ്. വല്ലാത്തൊരു കോയിൻസിഡൻസ് ഫീൽ ചെയ്യുന്നു. അല്ല, അത് കോയിൻസിഡൻസ് തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നു. കാരണം ഇത് വെയിറ്റ് ചെയ്ത് 2019 തുടങ്ങിയതാണ് ഞങ്ങൾ ഈ ശ്രമം. അത് അദ്ദേഹം പറഞ്ഞല്ലോ, ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ ആരംഭ ചർച്ചകൾ, പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇത് ഷാരിസ് മുഹമ്മദ്, നമ്മളുടെ ജനഗണമനയൊക്കെ എഴുതിയ ഷാരിസ് മുഹമ്മദ് എൻ്റെ അടുത്ത് 2019 ഒരു കഥ നരേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് വന്നത്, എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ, സീൻ റഫ് ഓർഡർ. പക്ഷെ അതിനകത്ത് ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഷാരിസിനോട് പറഞ്ഞു, ഷാരിസ്, ഈ മൊമെന്റ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എഴുതിയാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അപ്പോൾ ഷാരിസിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. എനിക്കൊന്ന് 2019 തന്നെ നിവിനുമായിട്ട് ഞങ്ങൾ ചർച്ച തുടങ്ങിയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമയാണ്, അതിന് സംഭവിക്കേണ്ട ഒരു സമയമുണ്ട്. ഈ സിനിമ അപ്രതീക്ഷിതമായിട്ട് നിവിന് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നിവിനും ഞാനും കൂടി എടുത്തൊരു തീരുമാനം, 100 ദിവസം ഷൂട്ട് ചെയ്യുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നിങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ വിഷു സ്കൂൾ അടയ്ക്കുന്ന പീരീഡാണ്. അപ്പൊ തന്നെ ഇലക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകസ്മികത അതിനകത്തുണ്ട്, കോയിൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്കത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നത്. ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ഇതിനെ എടുക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബേസിക്കലി ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്, ഒരു ഫാദർ സൺ ഇമോഷണൽ സ്റ്റോറി. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി. അതിനപ്പുറം നമ്മൾ ഇതിനകത്തൊന്നും പറയുന്നില്ല. രാഷ്ട്രീയം ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. സാറാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു സിനിമയായിട്ടുള്ള ഒരു അതേപോലെ ഒരു പടമൊന്നുമല്ല. ഇതൊരു ചെറിയ ഇമോഷണൽ സിനിമ എന്താ ചിന്തിച്ചാൽ മതി. അച്ഛനും മകനും റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഇമോഷണൽ സിനിമ. ഈ സാമ്യങ്ങൾ പറയുന്നുണ്ടോ? ഇപ്പൊ സർവമായി വിജയിക്കുമ്പോൾ അദ്ദേഹം ഒന്നും ശ്രമിക്കുന്നില്ല, അദ്ദേഹം എന്നാൽ ഒരുപാട് കാണാനുണ്ട് വിസ്മയങ്ങൾ സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൺ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു വിഷയം ഉണ്ടെങ്കിലും ലാലേട്ടനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ വിനി ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിനി ചേട്ടൻ പറയും പലപ്പോഴും എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ എന്നുള്ള ഡയലോഗൊക്കെ. അപ്പൊ ഇങ്ങനത്തെ കമ്പാരിസണുകളെ പറ്റി അവെയർ ആണോ? അങ്ങനെ ഒരു ട്രേറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ട് ലാലേട്ടനെ പോലെ, ആ ഒരു ഏരിയയെ പറ്റി ബോധവാനാണോ? അല്ല, അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതാണല്ലോ. കാരണം പുള്ളി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്, അതേപോലെ വേറൊരാളില്ല. ഞാൻ ബേസിക്കലി ആക്ടിങ് വളരെ കാഷ്വലായിട്ട് എടുക്കുന്ന ആളാണ്. അത് ഞാൻ തുടക്കമേ മുതൽ അങ്ങനെ ശീലിച്ചാണ്. ഞാൻ അങ്ങനെ പഠിച്ച ആളൊന്നുമല്ല ആക്ടിങ് എന്താണെന്നുള്ളത്. ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരെനിക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ച് പോയ ഒരാളാണ്. അപ്പം ഞാൻ ആ കാഷ്വൽ രീതിയിലാണ് ഇതിനെ എടുക്കാറ്. അല്ലെങ്കിൽ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നു, അതിന് മുമ്പ് ഭയങ്കര പ്രിപ്പറേഷനോ അല്ലെങ്കിൽ തലേ ദിവസം ഇരുന്ന് ഡയലോഗ് പഠിക്കലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. നേരെ സെറ്റിൽ പോകുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, എന്താണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ അവിടെ ഡയറക്ടറിന് എനിക്കൊരു ബോധമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഡയറക്ടർ എന്ന് പറയും, ലിവിൻ ഇതിങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ചെയ്യുമെന്ന് പറയും. അങ്ങനെ കുറച്ച് ദിവസം ഒരു ഡയറക്ടറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്നും ഡയറക്ടർ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അത് രണ്ടും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. പിന്നെ ആ ലൈനിലൂടെ പോകാന്നുള്ളതാണ്. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് അത്ര ടെൻഷൻ എടുക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത്. ട്രെയിലർ ലോഞ്ചിന്റെ എന്നാ സാർ പറഞ്ഞായിരുന്നു, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, എന്തുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് എന്തോ ഒരു സ്പാർക്കിംഗ് ഉണ്ട് എന്നൊരു ഇവരൊക്കെ എന്തിനാ അതിനകത്ത് പിടിച്ചിടുന്നത്? ആ സിനിമയ്ക്ക് എന്ത് സംഗതി വന്നാലും അത് എഴുതി
സംവിധാനം ചെയ്ത ഒരാൾ, അതിൻ്റെ പ്രൊഡക്ഷനിൽ കൂടി ഭാഗമായ ഒരാൾ എന്ന നിലയിൽ ആ സിനിമയുടെ ഉത്തരവാദിത്വം ഞാൻ തന്നെയല്ലേ ഓൺ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ ഒരു പിന്നെ എന്താണ്, എന്തു വന്നാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ എന്നുള്ള രീതിയിൽ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്ര വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമ ഇത്രയും വിഷമം പിടിച്ചൊരു സാഹചര്യത്തിൽ, ഇപ്പൊ നമുക്കറിയാം OTT ബിസിനസിന്റെ കാര്യം അറിയാം, നമ്മുടെ ഗൾഫിൽ നടക്കുന്ന ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയും വലിയൊരു സിനിമയായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വലിയ റിസ്ക് ഉണ്ട്. അത് ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ നാടകങ്ങളിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് ഇത്രയും വന്നതോടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. അപ്പം കലയിലൂടെ ഈ രാഷ്ട്രീയം പറയേണ്ട ആവശ്യം ഇപ്പം നിലവിലില്ല എന്ന് കരുതുന്നു. പോസ്റ്റ്മാന്റെ പണി ചെയ്യേണ്ട കാര്യമില്ല. ഒരു മെസ്സേജ് എടുത്തുകൊണ്ട് ഡെലിവറി ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പ്രത്യേക വൈകാരിക മുഹൂർത്തമുണ്ട്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലാണ് ഹുക്ക്ഡായത്. ഞാൻ എൻ്റെ കഥ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയോ അതിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. മറ്റൊരു കൺസേൺസും അതിനകത്ത്